ഒരു ശീലം എന്നത് ആവർത്തനത്തിലൂടെ നേടുന്ന സ്വയമേവയുള്ളതും അബോധാവസ്ഥയിലുള്ളതുമായ ചിന്തകൾ, പെരുമാറ്റങ്ങൾ, വികാരങ്ങൾ എന്നിവയുടെ ഒരു ആവർത്തന കൂട്ടമാണ്. നിങ്ങൾ ഒരു കാര്യം പലതവണ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനേക്കാൾ നന്നായി ശരീരത്തിന് അതെങ്ങനെ ചെയ്യാമെന്ന് അറിയാവുന്ന അവസ്ഥയാണ് ശീലം. അതിനാൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നു, അവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. ആ പ്രശ്നങ്ങൾ തലച്ചോറിലെ സർക്യൂട്ടുകളാണ്, ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ ഓരോന്നും പ്രത്യേക സമയങ്ങളിലും സ്ഥലങ്ങളിലും ആളുകളുമായും വസ്തുക്കളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. തലച്ചോറ് ഭൂതകാലത്തിന്റെ ഒരു രേഖയാണെങ്കിൽ അവർ ദിവസം തുടങ്ങുന്ന നിമിഷം തന്നെ അവർ ഭൂതകാലത്തിലാണ് ചിന്തിക്കുന്നത്. ആ ഓർമ്മകളിൽ ഓരോന്നിനും ഒരു വികാരമുണ്ട്. വികാരങ്ങൾ ഭൂതകാല അനുഭവങ്ങളുടെ അന്തിമ ഫലമാണ്. അതിനാൽ അവർ തങ്ങളുടെ പ്രശ്നങ്ങളുടെ ഓർമ്മകൾ ഓർത്തെടുക്കുന്ന നിമിഷം അവർക്ക് പെട്ടെന്ന് അസന്തുഷ്ടി തോന്നുന്നു, അവർക്ക് ദുഃഖം തോന്നുന്നു, അവർക്ക് വേദന തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും നിങ്ങൾക്കെങ്ങനെ തോന്നുന്നുവെന്നും നിങ്ങളുടെ നിലനിൽപ്പിന്റെ അവസ്ഥയെ സൃഷ്ടിക്കുന്നു. അതിനാൽ ഒരു വ്യക്തി ദിവസം തുടങ്ങുമ്പോൾ അവന്റെ നിലനിൽപ്പിന്റെ മുഴുവൻ അവസ്ഥയും ഭൂതകാലത്തിലായിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥമെന്താണ്? പരിചിതമായ ഭൂതകാലം താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് പ്രവചിക്കാവുന്ന ഭാവിയായി മാറും. അതിനാൽ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ വിധിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതിനേക്കാൾ വലുതായി ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ ചിന്തിക്കാനുള്ള മാർഗമായി മാറിയിരിക്കുന്നു. ചിന്തയും വികാരങ്ങളും ഭൂതകാലത്തിന്റെ തടവറ. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ മറികടക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ വികാരങ്ങൾ എന്നത് ഭൂതകാലത്തിന്റെ ഒരു രേഖയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഭൂതകാലത്തെ തന്നെയാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. മിക്ക ആളുകളും രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു. ഫോൺ എടുക്കുന്നു, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, പഴയ വാർത്തകൾ കാണുന്നു. ഇതോടെ അവരുടെ ജീവിതത്തിലെ പരിചിതമായ എല്ലാ കാര്യങ്ങളുമായി അവർ വീണ്ടും ബന്ധപ്പെടുന്നു. പിന്നീട് ദിനചര്യകൾ ആരംഭിക്കുകയായി. ഒരേ കട്ടിലിൽ നിന്നെഴുന്നേൽക്കുന്നു, കാപ്പി കുടിക്കുന്നു, ഒരേ വഴിയിലൂടെ ജോലിക്ക് പോകുന്നു, ഒരേ ആളുകളെ കാണുന്നു, ഒരേ വികാരങ്ങളെല്ലാം വീണ്ടും അനുഭവിക്കുന്നു. ഇതൊരു ശീലമാകുമ്പോൾ അതൊരു പ്രോഗ്രാം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആരും അറിയാതെ നമ്മുടെ സ്വാതന്ത്ര്യം ഈ ശീലങ്ങൾക്ക് മുന്നിൽ നമ്മൾ അടിയറ വയ്ക്കുന്നു. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാവുക. 35 വയസ്സാകുമ്പോഴേക്കും നമ്മളിൽ 95% വെറും ശീലങ്ങളും മനഃപാഠമാക്കിയ പെരുമാറ്റങ്ങളും വൈകാരിക പ്രതികരണങ്ങളും വിശ്വാസങ്ങളും മാത്രമായി മാറുന്നു. അത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയാണ്. അപ്പോൾ നമ്മുടെ ബോധമനസ്സിന്റെ വെറും 5% ഉപയോഗിച്ച് നമ്മൾ പറയും, എനിക്ക് ആരോഗ്യവാനാകണം, എനിക്ക് സന്തോഷവാനാകണം. എന്നാൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് പഴയതികച്ചും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിലാണ്. മാറ്റത്തിലേക്കുള്ള താക്കോൽ ധ്യാനം. അപ്പോൾ എങ്ങനെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരും? അതിങ്കാര്യങ്ങളെ എപ്പോഴും വിശകലനം ചെയ്യുന്ന നമ്മുടെ മനസ്സിനെ മറികടക്കണം. ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും വേർതിരിക്കുന്ന ഒരു മതിലാണ് ഈ വിശകലന മനസ്സ്. ഇവിടെയാണ് ധ്യാനത്തിന്റെ പ്രസക്തി. പരിശീലനത്തിലൂടെ നമ്മുടെ തലച്ചോറിലെ തരംഗങ്ങളെ ബ്രെയിൻ വേവ്സ് നിയന്ത്രിക്കാനും പതിയെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. അവിടെയാണ് യഥാർത്ഥ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത്. പലരും ഒരു പ്രതിസന്ധിയോ വലിയ ആഘാതമോ രോഗമോ വരാൻ കാത്തിരിക്കും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ. എന്റെ ചോദ്യം ഇതാണ്: എന്തിന് കാത്തിരിക്കണം? നമുക്ക് വേദനയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പഠിച്ചുമാറാം, അല്ലെങ്കിൽ സന്തോഷത്തിൽ നിന്നും പ്രചോദനത്തിൽ നിന്നും പഠിച്ചുമാറാം. ഇപ്പോൾ ആളുകൾ ഉണർന്നു തുടങ്ങുന്നു എന്നതാണ് നല്ല കാര്യം. എന്തുകൊണ്ടാണ് ആഘാതങ്ങളിൽ നിന്ന് പുറത്തുകടക്കാൻ പ്രയാസം? ഒരു സംഭവത്തോട് നമുക്ക് എത്രത്തോളം ശക്തമായ വൈകാരിക പ്രതികരണമുണ്ടാകുന്നോ അത്രത്തോളം നമ്മുടെ തലച്ചോറ് ആ സംഭവത്തിന് ശ്രദ്ധ കൊടുക്കും. തലച്ചോറ് ആ നിമിഷത്തിന്റെ ഒരു ചിത്രം, സ്നാപ്ഷോട്ട് എടുക്കുന്നു. അതാണ് ഓർമ്മയായി മാറുന്നത്. അതായത് വളരെ തീവ്രമായ വൈകാരിക അനുഭവങ്ങളാണ് ദീർഘകാല ഓർമ്മകളായി മാറുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആളുകൾ ആ അനുഭവത്തിന്റെ ചിന്തകളിൽ കുടുങ്ങിപ്പോകുന്നു. ആ വികാരങ്ങളുടെ രാസപ്രവർത്തനങ്ങളിൽ ശരീരം മുഴുകുന്നു. ഒരു വൈകാരിക പ്രതികരണം മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടുനിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മൂഡ് എന്ന് വിളിക്കും.
ഇതേ വൈകാരികാവസ്ഥ ആഴ്ചകളോ മാസങ്ങളോ തുടർന്നാൽ അത് സ്വഭാവം, ടെമ്പറമെന്റായി മാറുന്നു. വർഷങ്ങളോളം ഇതേ വികാരം തുടർന്നാലോ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി പേഴ്സണാലിറ്റി ട്രെയ്റ്റ് മാറുന്നു. അതുകൊണ്ട് നമ്മുടെ വൈകാരിക പ്രതികരണങ്ങളുടെ ദൈർഘ്യം എങ്ങനെ കുറയ്ക്കാം എന്ന് പഠിക്കുന്നിടത്താണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളുടെ അടിമത്തം. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിജീവനത്തിന്റെ ഭാഗമായുള്ള സ്ട്രെസ് ഹോർമോണുകൾ നമ്മളോട് പറയും, സൂക്ഷിക്കണം, ഇത് വീണ്ടും സംഭവിക്കാം. പഠനങ്ങൾ പറയുന്നത് നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിന്റെ 70% സമയവും സമ്മർദ്ദത്തിലും അതിജീവന ഭയത്തിലുമാണ് ജീവിക്കുന്നത് എന്നാണ്. ഭൂതകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വരാനിരിക്കുന്ന ഏറ്റവും മോശം അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അനന്തമായ സാധ്യതകളിൽ നിന്ന് ഏറ്റവും മോശം ഫലം തിരഞ്ഞെടുക്കുകയും ഭയത്തോടെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് നമ്മുടെ ശരീരം ഭയത്തിന്റെ അവസ്ഥയുമായി പൊരുത്തപ്പെടുന്നു. പിന്നീട് ഒരു കാരണവുമില്ലാതെ ശരീരം പരിഭ്രാന്തിയിലാകാൻ തുടങ്ങും, പാനിക് അറ്റാക്ക്. കാരണം അത് ഉപബോധ മനസ്സിൽ ഒരു പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അവർ പറയും, 15 വർഷം മുൻപ് നടന്ന ഒരു സംഭവം കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. ഇതിന്റെ യഥാർത്ഥ അർത്ഥമാ സംഭവത്തിന് ശേഷം അവർക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇങ്ങനെ ചെയ്ത് നമ്മുടെ ശരീരം ഭയത്തിന്റെ അവസ്ഥയുമായി പൊരുത്തപ്പെടുന്നു. പിന്നീടൊരു കാരണവുമില്ലാതെ ശരീരം പരിഭ്രാന്തിയിലാകാൻ തുടങ്ങും, പാനിക് അറ്റാക്ക്. കാരണം അത് ഉപബോധ മനസ്സിൽ ഒരു പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അവർ പറയും, 15 വർഷം മുൻപ് നടന്ന ഒരു സംഭവം കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. ഇതിന്റെ യഥാർത്ഥ അർത്ഥമാ സംഭവത്തിന് ശേഷം അവർക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ശരീരം ആ പഴയ വികാരങ്ങളുടെ രാസലഹരിക്ക് അടിമയായിത്തീരുന്നു. മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ ശരീരം അതിനെ എതിർക്കും. കാരണം നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സ്. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു വികാരമാണോ അതോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒന്നാണോ എന്ന് തിരിച്ചറിയാൻ ശരീരത്തിന് കഴിയില്ല. അതുകൊണ്ട് ഭൂതകാലത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ ആ സംഭവം ഓരോ നിമിഷവും നടക്കുകയാണെന്ന് ശരീരം വിശ്വസിക്കുന്നു. അങ്ങനെ ചിന്തകൾ വികാരങ്ങൾ ചിന്തകളെയും സൃഷ്ടിച്ച് നമ്മൾ ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകുന്നു. മാറ്റത്തിന്റെ നദിയിലേക്ക് അജ്ഞാതത്തെ ഭയക്കാതിരിക്കുക. മാറ്റത്തെക്കുറിച്ചുള്ള ഏറ്റവും കഠിനമായ കാര്യം ഇന്നലെ ചെയ്ത അതേ തിരഞ്ഞെടുപ്പ് ഇന്ന് ചെയ്യാതിരിക്കുക എന്നതാണ്. നിങ്ങൾ വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്ന നിമിഷം അത് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും. കാരണം ശരീരം അതിന്റെ പരിചിതമായ അവസ്ഥയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും. ശരീരം മനസ്സിനെ സ്വാധീനിക്കാൻ തുടങ്ങും. അത് പറയും, നാളെ തുടങ്ങാം, നിന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, ഇതൊരു ശരിയായ തീരുമാനമായി തോന്നുന്നില്ല. നിങ്ങൾ ആ ചിന്തയെ വിശ്വസിച്ചാൽ നിങ്ങൾ പഴയ തിരഞ്ഞെടുപ്പിലേക്കും പഴയ പെരുമാറ്റത്തിലേക്കും പഴയ അനുഭവത്തിലേക്കും തിരിച്ചുപോകും. ദാസൻ യജമാനനായി മാറുന്ന അവസ്ഥയാണിത്. ദുരിതവും കുറ്റബോധവുമൊക്കെയാണ് ശരീരത്തിന് പരിചയം. അജ്ഞാതമായ ഒരവസ്ഥയിലേക്ക് പോകാൻ അതിന് ഭയമാണ്. ആളുകൾ എന്നോട് പറയാറുണ്ട്, എനിക്ക് ഭാവി പ്രവചിക്കാൻ കഴിയുന്നില്ല, ഞാനിപ്പോൾ അജ്ഞാതമായ ഒരവസ്ഥയിലാണ്. ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സൃഷ്ടിക്കുക എന്നതാണ്. അറിയുന്ന കാര്യങ്ങളിൽ നിന്നല്ല, അജ്ഞാതമായ കാര്യങ്ങളിൽ നിന്ന്. ഭാവിയെ ഇന്ന് തന്നെ അനുഭവിക്കുക. നിങ്ങളുടെ തലച്ചോറിൽ ഏതൊക്കെ ചിന്തകളാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് മാനസികമായി പരിശീലിക്കാം. കണ്ണുകളടച്ച് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി അഭിനയിക്കുക. നിങ്ങൾ പൂർണ്ണമായി അതിൽ മുഴുകിയാൽ നിങ്ങൾ ഭാവനയിൽ കാണുന്നതും യഥാർത്ഥത്തിൽ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം തലച്ചോറിന് മനസ്സിലാകില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ, ന്യൂറോളജിക്കൽ ഹാർഡ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങളുടെ തലച്ചോറ് ഭൂതകാലത്തിന്റെ രേഖയല്ലാതായിത്തീരുന്നു. പകരം ഭാവിയുടെ ഒരു ഭൂപടമായി മാപ്പ് മാറുന്നു. നിങ്ങളിത് തുടർന്നാൽ പതിയെ ആ ഹാർഡ്വെയർ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമായി മാറും. ഒരുപക്ഷേ നിങ്ങൾ കൂടുതൽ സന്തോഷവാനായ ഒരു വ്യക്തിയായി പെരുമാറാൻ തുടങ്ങിയേക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശരീരത്തെ ആ ഭാവിയിലെ വികാരം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി പഠിപ്പിക്കുക എന്നതാണ്. ആത്മവിശ്വാസം തോന്നാൻ വിജയം വരെ കാത്തിരിക്കരുത്. സമൃദ്ധി അനുഭവിക്കാൻ സമ്പത്ത് വരുന്നതുവരെ കാത്തിരിക്കരുത്. സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നാൻ പുതിയൊരു ബന്ധം വരുന്നതുവരെ കാത്തിരിക്കരുത്. ഇതാണ് പഴയ ന്യൂട്ടോണിയൻ ലോകം. കാരണം ഫലം.
പുറത്തുള്ള എന്തെങ്കിലും നമ്മളെ മാറ്റാൻ കാത്തിരിക്കുന്ന അവസ്ഥ. എന്നാൽ ക്വാണ്ടം ലോകം ഒരു ഫലം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ സമൃദ്ധിയുള്ളവനും യോഗ്യനുമാണെന്ന് ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ സമ്പത്ത് സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ശക്തനാണെന്ന് അനുഭവിക്കുന്ന നിമിഷം നിങ്ങൾ വിജയത്തിലേക്ക് നടന്നെടുക്കുന്നു. നിങ്ങൾ പൂർണ്ണനാണെന്ന് ഉള്ളിൽ തോന്നുന്ന നിമിഷം നിങ്ങളുടെ രോഗശാന്തി ആരംഭിക്കുന്നു. അങ്ങനെ അയാൾ കാരണം ഞാൻ ഇങ്ങനെയായി എന്ന് പറയുന്ന ഇരയുടെ സ്ഥാനത്തുനിന്ന് എന്റെ ചിന്തകളും വികാരങ്ങളുമാണ് എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയുന്ന സൃഷ്ടാവായി നിങ്ങൾ മാറുന്നു. ധ്യാനം പരിസ്ഥിതിയെ അതിജീവിക്കാനുള്ള ഉപകരണം. നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ ജീവിക്കും. നിങ്ങളുടെ ചുറ്റുപാടുകൾ, പരിസ്ഥിതി നിങ്ങളുടെ ചിന്തകളെ അബോധമായി നിയന്ത്രിക്കും. ഓരോ വ്യക്തിയും, ഓരോ വസ്തുവും, ഓരോ സ്ഥലവും നിങ്ങളുടെ തലച്ചോറിൽ ഓരോ ഓർമ്മകളും വികാരങ്ങളുമാണ്. ചിലർ തങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിക്കാൻ ശത്രുവിനെയും സഹതാപം പിടിച്ചുപറ്റാൻ സുഹൃത്തുക്കളെയും ഉപയോഗിക്കുന്നു. അതായതൊരു വികാരം അനുഭവിക്കാൻ അവർക്ക് പുറത്തുനിന്നുള്ള ഒരു കാരണം വേണം. മാറുക എന്നതിനർത്ഥം നിങ്ങളുടെ പരിസ്ഥിതിയെക്കാളും സാഹചര്യങ്ങളെക്കാളും വലുതാകുക എന്നതാണ്. അതിനുള്ള മികച്ച ഉപകരണമാണ് ധ്യാനം. പുറം ലോകത്തിൽ നിന്ന് വിച്ഛേദിക്കുക. കണ്ണുകളടച്ച് ശബ്ദങ്ങളിൽ നിന്ന് മാറി ശാന്തമായി ഇരിക്കുക. ഇതോടെ തലച്ചോറിലേക്കുള്ള സന്ദേശങ്ങൾ കുറയുന്നു. ശരീരത്തെ നിയന്ത്രിക്കുക. ശരീരത്തോട് പറയുക, ഞാൻ പറയുന്നതുവരെ നീ ഇവിടെ അനങ്ങാതെയിരിക്കണം. ധ്യാനം കഴിയുമ്പോൾ നിനക്ക് ഫോൺ നോക്കാം, ഭക്ഷണം കഴിക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുക. ശരീരത്തിന്റെ പ്രോഗ്രാമുകളെ തിരിച്ചറിയുക. ധ്യാനത്തിനിരിക്കുമ്പോൾ ശരീരം അതിന്റെ പഴയ രാസവികാരങ്ങൾക്കായി കൊതിക്കും. 8 മണിയായി ദേഷ്യപ്പെടാനുള്ള സമയമായി, 11 മണിയായി നിരാശപ്പെടാനുള്ള സമയമായി എന്നൊക്കെ അത് ഓർമ്മിപ്പിക്കും. ഊർജം തിരികെ കൊണ്ടുവരിക. ശരീരം ഭൂതകാലത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെയും ഊർജത്തെയും തിരികെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇച്ഛാശക്തി ആ പ്രോഗ്രാമിനേക്കാൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുതിരയെ പരിശീലിപ്പിക്കുന്നത് പോലെ പതിയെ ശരീരം നിങ്ങളെ അനുസരിക്കാൻ തുടങ്ങും. ശരീരം ഒടുവിൽ കീഴടങ്ങുമ്പോൾ ഒരു വലിയ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നു. നമ്മൾ ദ്രവ്യത്തിൽ നിന്ന് ഊർജത്തിലേക്കും കണികയിൽ നിന്ന് തരംഗത്തിലേക്കും മാറുന്നു. ഭൂതകാലത്തിൽ നമ്മെ തളച്ചിട്ടിരുന്ന ആ വികാരങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നു.